പരിശുദ്ധ റമദാനും പെരുന്നാളുമെല്ലാം കഴിഞ്ഞു. ഇനിയാണ് നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൂനു റബ്ബാനിയീൻ, നിങ്ങൾ അള്ളാഹുവിന്റെ വിനയാധീനതരായ ദാസന്മാരായി മരണം വരെ ജീവിക്കണം. വലാ തകൂനു റമളാനിയീൻ, നിങ്ങൾ റമളാനിന് വേണ്ടി മാത്രം അള്ളാഹുവിന്റെ നേരെ അടുക്കുന്നവരായി മാറരുത്. മരണം വരെ അള്ളാഹുമായി ബന്ധം പുലർത്തണം. എങ്കിൽ മാത്രമേ മുസ്ലിമായി മരിക്കാൻ കഴിയൂ. എപ്പോഴാ മരിക്കാന്നറിയില്ല. അതുകൊണ്ട് നമ്മൾ ഏത് സമയത്തും മുസ്ലിമായി ജീവിച്ചെങ്കിൽ മാത്രമേ മുസ്ലിമായി മരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് റമളാനിന് മാത്രം ഒരു ഇബാദത്തും ഖൗഫും ഖുശൂവും തഖ്വയുമായി ജീവിക്കുകയും ശവ്വാൽ പിറക്കുന്നതോടുകൂടി എല്ലാം നശിപ്പിക്കുന്ന തരത്തിലേക്ക് അധപ്പതിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും പ്രത്യേകം വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത് സൂറത്ത് ഫുർഖാനിലെ അവസാന ഭാഗങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഇഷ്ടദാസന്മാരുടെ സവിശേഷതകൾ എണ്ണി പറയുകയാണ് സൂറത്തിന്റെ അവസാന ഭാഗം. എന്താണ് അല്ലാഹു അങ്ങനെ ഇഷ്ടദാസന്മാരുടെ സവിശേഷതകളായി പറയുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. അല്ലാഹു ആദ്യമായി പറഞ്ഞത് ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന, ഒന്നാമത്തെ സവിശേഷത. സാധാരണഗതിയിൽ നമ്മളൊക്കെ വിചാരിക്കേണ്ട അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ സവിശേഷത എണ്ണി പറയുമ്പോൾ ആദ്യം പറയേണ്ടത് ഇതൊന്നല്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ അള്ളാഹു ആദ്യം പറയുന്ന കാര്യം എന്താണെന്ന് നമുക്ക് കേൾക്കാം. വ ഇബാദുർ റഹ്മാൻ, കാരുണ്യകനായ റബ്ബിന്റെ ദാസന്മാർ, യംശൂന അലൽ അർള്, അവർ ഭൂമിയിൽ നടക്കുന്നവരാണ്, ഹൗനൻ, വിനയത്തോടെ. ആദ്യത്തെ അടയാളം വിനയമാണ് വിശ്വാസിയുടെ മുഖമുദ്ര. വിനയമില്ലാത്ത ഒരാൾക്കും അള്ളാഹുവിനോട് അടുക്കാൻ കഴിയില്ല. അതാണ് എന്റെ പ്രത്യേകത. മനസ്സിൽ വിനയമില്ലാത്ത, ശരീരം കൊണ്ട് മാത്രം വിനയം കാണിച്ചാൽ വിനയമാവൂല, മനസ്സിൽ വിനയം വരണം. അങ്ങനെ ജീവിക്കുന്നവരാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ. തുടർന്ന് അള്ളാഹു പറയുന്നു, അതിന്റെ വിശദീകരണമായിട്ട് നമുക്ക് ഒരുപാട് സൂറകളിൽ ഈ വിഷയം പറയുന്നത് കാണാം. മഹാനായ ലുഖ്മാൻ അൽ ഹക്കീം തന്റെ മകനെ വിളിച്ച് ഉപദേശിച്ചപ്പോൾ പറഞ്ഞു, ലാ തുസഇർ ഖദ്ദക ലിന്നാസ്, നീ അഹങ്കാരം കൊണ്ട് ആളുകളിൽ നിന്ന് നിന്റെ കവിള് മാറ്റരുത്, മുഖം തിരിക്കരുത്. ആളുകളെ കാണുമ്പം വിനയമില്ലാത്ത ആളുകളെ കാണുമ്പോൾ മുഖം തിരിച്ചാളും. എനിക്ക് ഓനൊന്നും മാത്രം വില പോരാ, എനിക്ക് ഓനെ കാണേണ്ട ആവശ്യമില്ല, ഓനൊരു നിലവാരമില്ലാത്തവനാ എന്ന് നമുക്ക് തോന്നുക. അതാണ് ഒന്ന്. അപ്പൊ അതുകൊണ്ട് ഖുർആൻ പറയുന്നു, ഒല തംശി ഫിൽ അർളി മറഹ, ഭൂമിയിൽ അഹങ്കാരപൂർവ്വം നടക്കരുത്. നമ്മൾക്ക് എന്ത് വസ്ത്രം ധരിച്ചാലും, എന്ത് വാഹനവും, ഏതു തരം വീടുകളും, ഏതുവിധം ജീവിതവും നമുക്ക് അനുഭവിക്കാം. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹ് പറയുന്നുണ്ടാ, ഒല തംശി ഫിൽ അർളി മറഹൻ, അഹങ്കാരത്തോടു കൂടി ഭൂമിയിൽ നടക്കരുത്. എന്താ കാരണം? ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അള്ളാഹു ദുരഭിമാനികളായി പൊങ്ങച്ചക്കാരെ അല്ലാഹ് ഇഷ്ടല്ല. അതാ കാരണം. നമുക്ക് വിനയമുണ്ടോ? പൊങ്ങച്ചുണ്ടാവില്ല. വിനയമില്ലേ? അഹങ്കാരമുണ്ടാവും, അതോടുകൂടി പൊങ്ങച്ചവും ഉണ്ടാവും. ഇതൊക്കെ ജ്യേഷ്ഠാനുജന്മാരായ ദുസ്വഭാവങ്ങളാണ്. നമ്മളുടെ കൽബിൽ നമ്മൾ എന്ന ഭാവം, അനാനിയത്ത്, ഞാനെന്ന ഭാവം എപ്പോൾ എനിക്കുണ്ടാവുന്നുവോ അത് മുതൽ എന്റെ വിനയം നഷ്ടപ്പെടും. വിനയമില്ലാത്ത ആൾക്കാരല്ലാഹ് ഇഷ്ടല്ല. ഇനി തുടർന്ന് അല്ലാഹു ഇബാദുർ റഹ്മാന്റെ സവിശേഷത പറയുന്നതോ, വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ, വിവരമില്ലാത്ത വിഡ്ഢികളായ ആളുകളുമായി സമ്പർക്കം പുലർത്തേണ്ടി വന്നാൽ അവർ സംസാരിച്ച അതേ ഭാഷയിൽ തിരിച്ചു സംസാരിക്കൂല. അവർ പറഞ്ഞ അതേ നാണയത്തിൽ തിരിച്ചു സംസാരിക്കൂല. പിന്നെ ഖാലൂ സലാമ, സലാം പറഞ്ഞു പിരിയും. അതാണ് വിശ്വാസിന്റെ ഒരടയാളം. അല്ലാഹ് ഇഷ്ടപ്പെടുന്ന വിശ്വാസിന്റെ ഒരടയാളം. ഒന്നാമത്തെ അടയാളം എന്താ പറഞ്ഞത്? ഭൂമിയിൽ വിനയത്തോടുകൂടി ജീവിക്കും, അഹങ്കാരം ഉണ്ടാവില്ല. അഹങ്കാരം മനസ്സിലുണ്ടായാലോ, അഹങ്കാരം ഇല്ലാണ്ടിരിക്കാൻ വലിയ പ്രയാസം അല്ലേ? ഇന്ത്യങ്ങളൊക്കെ ഉള്ളിൽ അഹങ്കാരം ഇല്ലേ? ഒരു നല്ല വസ്ത്രം ധരിച്ച അഹങ്കാരം ഉണ്ടാവും അല്ലെ? നല്ലൊരു വാഹനം വാങ്ങി അത് ഉപയോഗിക്കുമ്പോൾ അഹങ്കാരം വരും. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതോ, മൻ ദഖല ഫീ ഖൽബിഹി മിസ്കാല ദർറത്തിൻ മിനൽ കിബ്ർ ലാ യദ്ഖുൽ ജന്ന, ഒരു അണു അളവ് കൽബിൽ, മനസ്സിൽ അഹങ്കാരം വന്നാൽ ലാ യദ്ഖുൽ ജന്ന, ആ മയ്യത്ത് സ്വർഗത്തിൽ ഉണ്ടാവില്ല. അപ്പൊ നമ്മളെ കാര്യം തീരുമാനമായി. നമുക്കൊക്കെ എത്ര ഇല്ലാത്തവനക്കും അഹങ്കാരം ഉണ്ടാവും. മുക്കാല് കൂടി അപ്പം തുടങ്ങും അഹങ്കാരം. ഇല്ലാത്ത സമയത്ത് ഭയങ്കര വിനയ കുനിയന ഉണ്ടായാലോ സംഗതിയൊക്കെ മാറും അല്ലെ? പക്ഷെ ഉള്ളവരായ ആളുകളാണ് വിനയം കാണിക്കുക. അവരാണ് അള്ളാന്റെ ദീനിലേക്ക്
കൂടുതൽ കടന്നാൽ കൂടുതൽ അള്ളാഹിന്റെ അടുത്ത് പ്രതിഫലം കിട്ടുക. കയ്യിൽ കഴിവും സമ്പത്തും ആരോഗ്യവും എല്ലാം ഉണ്ടാകുമ്പോൾ വിനയം കാണിക്കുന്നതിനാണ് അള്ളാഹ്ക്ക് ഇഷ്ടം കേട്ടോ. ഒന്നിനും വയ്യാത്ത ആളുകൾ ഇവിടെ ആരും അഹങ്കാരം കാണിക്കില്ല. അവരെ പറ്റിയല്ല ഇവിടെ ചർച്ച. നല്ല ആരോഗ്യം ഉണ്ടാവും, നല്ല സാമ്പത്തിക ശേഷി ഉണ്ടാവും, എല്ലാ കഴിവും ഒത്തിണങ്ങിയിട്ടും പിശാചിന് ജീവിതം കൊടുക്കാതെ റബ്ബാനികളായി വിനയാനിതായ റബ്ബിന്റെ ദാസന്മാരായി ജീവിക്കുക. അവര് ചിലപ്പം ഭൂമിയിൽ ഇടപെടുമ്പോൾ ഇതല്ലാത്ത ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇത് റബ്ബാനികളല്ലാത്ത റമദാനികള് അല്ലെ, റമദാനിന് മാത്രം ഇസ്ലാമും ദീനും ഒക്കെ നടന്നവര് സംസാരിച്ച വായെന്ന് വരുന്ന സംസാരത്തിന് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതേ നാണയത്തിൽ തിരിച്ചടിക്കൂല. അതാ പറഞ്ഞു വൈദാ ഖാത്തബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. സലാം കിട്ടോ, നിങ്ങൾക്ക് അള്ളാന്റെ സമാധാനം ഉണ്ടായിട്ടാലും തിരിഞ്ഞാളും. അവിടെ കൂടുതൽ വർത്താനത്തിരിക്കൂല. ഇനിയോ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. വല്ലദീന യബീതൂൻ, അവർ കഴിച്ചു കൂട്ടുന്നവർ രാത്രിയിൽ. റമളാനല്ല കേട്ടോ. റമളാനിന് ഇപ്പൊ കുറെ ആൾക്കാർ വന്നു, ഓലൊക്കെ പോയി, ഓല പണി കഴിഞ്ഞ്. വല്ലദീന ഓല അതിനുള്ള തർക്കമുണ്ടാക്കാൻ പറ്റുന്നവല്ല. വല്ലദീന യബീതൂന, അവർ രാത്രിയിൽ കഴിച്ചു കൂട്ടുന്നവരാണ്. ബാത്താറിന് അറിയാലോ, നെഹു പഠിക്കുന്നവർ പറയലുണ്ട് കാന ബാത്ത സാറ അംസാലൈസ. അല്ലദീന യബീതൂന, അവർ രാത്രിയിൽ കഴിച്ചു കൂട്ടും ലി റബ്ബിഹിം, റബ്ബിന്റെ മുമ്പിൽ സുജ്ജദൻ, സുജൂദിലായിക്കോളി. സുജൂദ് എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞെന്താ അറിയോ, ഓരോ വിശ്വാസിയും സുജൂദ് ചെയ്യുമ്പോൾ അള്ളാഹിനെ ഉമ്മക്കുക. അള്ളാഹിനെ ചുംബിക്കുക നിങ്ങൾ വിചാരിച്ചിട്ടൊന്ന് സുജൂദ് ചെയ്ത് നോക്കി. റബ്ബിനെ സുജൂദ് ചെയ്യാൻ നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ ഞാൻ എന്റെ റബ്ബിനെ എന്ത് ചെയ്യാൻ ചുംബിക്കുക എന്ന് നീയത്തോട്ട് സുജൂദ് ചെയ്താലേ കുറച്ചും കൂടി അള്ളാഹിനോട് അടുപ്പുണ്ടാവും ഇല്ലേ. അതാണ് സുജ്ജദൻ, സുജൂദിലായിക്കൊണ്ടും വഖിയാമൻ, നൃത്തത്തിലായിക്കൊണ്ടും അവര് നമസ്കാരം നിർവഹിക്കുന്നവർ. എന്നിട്ട് ഖുർആൻ പറഞ്ഞെന്താ അറിയോ, വേറെടുത്ത് അല്ലാഹു പറഞ്ഞെന്താ അറിയോ, കാനു ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, അവർ രാത്രിയിൽ വളരെ കുറച്ച് സമയം ഉറങ്ങുകയും വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവർ അള്ളാഹുവിനോട് പൊറുക്കലിന് തൊടുകയും ചെയ്യും. അത് റമളാനല്ല കേട്ടോ, ഇതൊക്കെ ജീവിതത്തിന്റെ അവസാനം വരെയുള്ള കാര്യമാണ്. അപ്പം അതാണെന്ന് പറഞ്ഞത് വല്ലദീന യബീതൂന റബ്ബിഹിം സുജ്ജദൻ വഖിയാമ. സാധാരണഗതിയിൽ നമ്മളൊക്കെ ജീവിതം പരിശോധിച്ചാൽ പകൽ നമ്മൾ മുഴുവനും കഠിനാധ്വാനികളാണ് അല്ലെ, മിക്കവാറും ജോലിയിൽ വ്യാപൃതരാണ്. അള്ളാഹുവിറ്റൊക്കെ ബന്ധം വളരെ ചെറിയ സമയം മാത്രം, അത് തന്നെ കിട്ടിയാൽ കിട്ടി. അതുകൊണ്ടാണ് ഒരു അറബി കവി പറഞ്ഞു, നഹാറൂക ബത്താലുൻ വലൈലൂക നായിമൂ വഐശൂക യാ മിസ്കീൻ ഐശുൽ ബഹായിമീ. നഹാറൂക, പകലിൽ ഞാൻ നിന്നെ ശ്രദ്ധിച്ചു. നഹാറൂക ബത്താൽ, നീ ബത്താലായിരുന്നു, ശാപ്പാട്ടിലാണ്. വെറും തിന്നുക, കളിക്കുക, ജിമ്മ്, ഓട്ടം, ചാട്ടം, ഇതൊക്കെ ബത്താലായി. ലൈലൂക്ക നായിമു, രാത്രി വന്നപ്പോഴോ സുന്ദരമായി ഉറങ്ങി. എന്നിട്ട് അതേപറ്റി പറയാണ് യാ മിസ്കീൻ, യാ മിസ്കീൻ, സാധുവായ മനുഷ്യ, നിന്റെ ജീവിതം ഐസുൽ ബഹായിം, മൃഗങ്ങളുടെ ജീവിതമാണ്. മൃഗങ്ങളല്ലേ നേരം വെളുത്താ നീച്ചു നടക്കും, മൃഗങ്ങളായാലും പക്ഷികളായാലും ഒക്കെ അല്ലെ. രാവിലെ നേരം വെളുത്താ നീച്ചു നടക്കും, ഓൽക്ക് നടക്കണം, ഓലെ ഭക്ഷണം തട്ടണം, ഓൽ നല്ല തിന്നും. രാത്രിയോ സുന്ദരമായി കിടന്ന് ആ രാവിലെ തിന്നതൊക്കെ അയവിറക്കി അങ്ങനെ കിടന്നുറങ്ങും അല്ലെ. അതാണ് എന്ത് പറഞ്ഞത്, വലൈലൂക നായിമു, രാത്രി സുന്ദരമായ ഉറക്കം. വൈശൂക യാ മിസ്കീൻ, നിന്റെ ജീവിതം, സാധുവായ മനുഷ്യ, നിന്റെ ജീവിതം കെട്ടടങ്ങുന്നത് ഇങ്ങനെയാണ്. ഐഷുൽ ബഹായിമി, മൃഗങ്ങളുടെ ജീവിതം. ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം, തസവ്വദ് മിനത് തഖ്വാ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈസു ഇലൽ ഫജ്രി. തസവ്വദ് മിനത് തഖ്വാ, നീ ചെയ്യേണ്ടതോ ഇതുപോലല്ല ജീവിക്കേണ്ടത്. നീ പകലിൽ തസവ്വദ് മിനത് തഖ്വാ, തഖ്വ വർദ്ധിപ്പിക്കുക. കാരണം എന്താ, ഫഇന്നക ലാ തദ്രി, നിനക്ക് അറിയില്ല. ഇദാ ജന്ന ലൈലുൻ, രാത്രി ഇരുട്ടിയാൽ, ഹൽ തഈസു ഇലൽ ഫജ്ർ, രാവിലെ നീ ജീവിച്ചിരിക്കുമോ നിനക്കറിയില്ല. നേരം വെളുക്കുമ്പോൾ പോകാം. അതുകൊണ്ട് എപ്പോൾ സമയം കിട്ടുന്നുവോ അപ്പോഴൊക്കെ അള്ളാഹുമായി ബന്ധപ്പെടുക. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, കൂനു റബ്ബാനിയീൻ, നിങ്ങൾ അള്ളാഹുവിന്റെ വിനയാന്യതരായ ദാസന്മാരായി ജീവിക്കുക. വലാ തകൂനു റമളാനിയീൻ, റമളാന്റെ ആളുകളായി മാറരുത്. ഇതൊക്കെ അള്ളാഹുവിന്റെ തൗഫീഖാണ്. അള്ളാഹു ആ നിലക്കുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തകർത്തെറിയാൻ വേണ്ടി ശ്രമിക്കുന്ന എല്ലാ ശത്രുക്കളെയും അള്ളാഹു നേരിട്ട് നമ്മെ അള്ളാഹു സഹായിക്കുമാറാകട്ടെ.
അള്ളാഹു സുബ്ഹാനഹു തആല തുടർന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇവരിപ്പോ രാത്രിയിൽ നമസ്കരിച്ചു അല്ലെ, വല്ലദീന യബീതുന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. എന്നിട്ടോ അവർ രാത്രിയിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയാണ്. ആരാ? അള്ളാഹ് ഇഷ്ടപ്പെടുന്ന അള്ളാഹിന്റെ ദാസന്മാർ. തുടർന്ന് അള്ളാഹു പറയുന്നു, വല്ലദീന യഖൂലൂൻ, അവർ പ്രാർത്ഥിക്കുന്നവരാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? റബ്ബന യുസ്രിഫ് അന്നാ അദാബ ജഹന്നം, പടച്ചവനെ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ തട്ടി അകറ്റണേ. ഇത് തകർക്കണം മരണം വരെ. മറക്കണ്ട. എന്താ പ്രാർത്ഥന? ഇപ്പൊ തന്നെ എന്റെ കൂടെ തകർക്ക. എന്താ തകർക്കുക? റബ്ബന യുസ്രിഫ് അന്നാ അദാബ ജഹന്നം. എന്താണ്? റബ്ബന യുസ്രിഫ് അന്നാ അദാബ ജഹന്നം, അള്ളാഹുവെ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ തട്ടി അകറ്റണം. എന്താ കാരണം? ഇന്ന അദാബഹ കാന ഗറാമ, തീർച്ചയായും നരകശിക്ഷ എന്ന് പറയുന്നത് നമ്മളെ വിട്ടൊഴിയാതെ പിന്നാലെ കൂടുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവെ തട്ടി അകറ്റി തരണം. കാരണം നരകത്തിലേക്ക് അടുക്കാനുള്ള എല്ലാ സ്വഭാവവും നമ്മളെ കൈവശമുണ്ട്. നമ്മുടെ ജീവിതത്തിലുള്ള അശുദ്ധി മുഴുവനും നരകത്തിലേക്ക് അടുപ്പിക്കുന്നത്. സ്വർഗത്തിലേക്ക് അടുക്കാൻ വഴികൾ കുറവാണ്. അതുകൊണ്ട് പടച്ചോനെ നീ തട്ടി മാറ്റി തരണം. നമുക്കറിയാം നരകത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞെന്താ അറിയാം? ഇന്നഹ സാഅത്ത് മുസ്തഖറൻ, അത് വളരെ മോശപ്പെട്ട താവളമാണ്. നരകം എന്ന് പറഞ്ഞാൽ വളരെ സാഅത്ത് മുസ്തഖറൻ, മോശമായ താവളവും മുക്കാമ പാർപ്പിടവും. ഏറ്റവും മോശപ്പെട്ട താവളവും ഏറ്റവും മോശപ്പെട്ട പാർപ്പിടവുമാണ് നരകം. അതുകൊണ്ട് അതിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങൾ രക്ഷിക്കാൻ വേണ്ടി പറയണം. എന്താ കാരണം? ഈ നരകം എന്ന് പറഞ്ഞ തീ ഉണ്ടല്ലോ, അത് അല്ലത്തി തത്തലു അല്ലല്ല അഫീദ, മനുഷ്യന്മാരുടെ ഹൃദയങ്ങളിൽ അള്ളിപ്പിടിച്ച് കത്തുക. നരകത്തിലെ തീ ശരീരത്തിൽ നമ്മൾ സാധാരണ കത്തികൾ നിൽക്കുകയല്ല, അങ്ങനല്ല, ശരീരത്തിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് അള്ളിപ്പിടിച്ച് കത്തും അത്രേ ഖുർആൻ പറയാം. അല്ലത്തി തത്തലു അല്ലല്ല അഫീദ. നമുക്കറിയാം ഖുർആനിൽ നരകത്തെ കുറിച്ച് അള്ളാഹു പറയുന്നതാ, ഇന്ന ജഹന്നമ കാനത്ത് മിർസാദ ലിത്വാഗീന മആബ, അതിക്രമം തെറ്റി ജീവിച്ച, അള്ളാഹിന്റെ ഈ നിയമങ്ങളൊന്നും കേട്ടിട്ട് അതൊന്നും ജീവിതത്തിൽ പകർത്താതെ ജീവിച്ച് മരിച്ചു പോകുന്ന ആളുകൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ഒളിത്താവളമാണ് നരകം. ഇന്ന ജഹന്നമ കാനത്ത് മിർസാദ, അത് മിർസാദാണ്, ഒരു ഒളിത്താവളമാണ്. അതായത് നമ്മൾ സാധാരണ ഇപ്പം പുലിനൊക്കെ പിടിക്കാൻ വേണ്ടി കൂട് വെക്കില്ലേ, ഒരു ഒളിത്താവളമാണത്. അതുപോലെ അള്ളാഹു നരകത്തിലേക്കുള്ള മനുഷ്യന്മാർക്ക് ഒളിത്താവളമാക്കി വെച്ചിരിക്കുകയാണ് നരകം. അതുകൊണ്ട് നമ്മൾ നരകം കാണാത്ത, അത് ഒളിത്താവളമാണ്. കാനത്ത് മിർസാദ, അത് ലിത്താഗീന മആബ, താളുകളായ അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് പുല്ല് വില കൽപ്പിച്ച് ജീവിച്ച മനുഷ്യന്മാർ മരിച്ചാൽ അവർക്ക് മടങ്ങിച്ചെല്ലാനുള്ള സ്ഥലമാണ്. ലാബിസീന ഫീഹ അഹ്കാബ, ആ നരകത്തിൽ അവർ യുഗാന്തരങ്ങൾ കഴിയും. 1, 2, 3 ദിവസമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളുടെ വിരലെങ്ങാനും ഒരു വിളക്കിന്റെ മുകളിൽ തട്ടിയിട്ടൊന്ന് പൊള്ളിയാൽ എത്ര വേദന ഉണ്ടാവും അല്ലെ? നേരെ മറിച്ച് നരകത്തിൽ യുഗാന്തരങ്ങൾ കഴിയാറിനാലോ ഭയപ്പെടണ്ടേ? ഭയപ്പെടണം. അള്ളാഹുവിനോട് ചോദിക്കണ്ടേ? റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, നരകശിക്ഷയിൽ നിന്ന് അള്ളാഹുവേ നീ ഞങ്ങളെ തട്ടി അകറ്റണമേ. എന്താ കാരണം? ഇന്നഹ ഖാൻ തൊറാമാതൊരു എന്നും ജീവിക്കേണ്ട സ്ഥലം. അതുകൊണ്ട് ഇന്ന ജഹന്നമ കാനത്ത് മിർസാദ, ഒരു മിർസാദാണ്, ഒളിത്താവളമാണ്. ആർക്കുള്ള? ലിത്താഗീന മആബ, താളുകൾക്ക് മടങ്ങിച്ചെല്ലാനുള്ള. ലാബിസീന ഫീഹ അഹ്കാബ, അവർ യുഗാന്തരങ്ങളായി നരകത്തിൽ കഴിയും. ലാ യദൂഖൂന ഫീഹ ബർദം വലാ ശറാബ, നരകത്തിൽ അവർക്ക് ഒരു തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ഒരു പാനീയമോ കുടിക്കാൻ കിട്ടൂല. ഇല്ലാ ഹമീമം വഗസാഖ, തിളച്ചു മറയുന്ന ചീഞ്ചലമാണ്. നരകത്തിൽ പ്രവേശിച്ച പാപികളായ ആളുകളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചീഞ്ചലമാണ് കുടിക്കാൻ കിട്ടുക. ആ നരകത്തിൽ നിന്നാണ് പടച്ചോനെ ഇസ്രിഫ് അന്ന അദാബ ജഹന്നം, നരകശിക്ഷയിൽ ഞങ്ങളെ തട്ടിയകറ്റെന്ന് പറയും. ഏത് നരകം കൽബ് കാണണം. എന്നിട്ട് വേണം റബ്ബെ ഇസ്രിഫ് അന്ന അദാബ ജഹന്നം, നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണം, തട്ടിയകറ്റെന്ന് പറയണ്ടേ കേട്ടോ. അപ്പൊ അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ തുടർന്ന് പറഞ്ഞ എന്താണ്? ഇന്ന അദാബഹ കാനത്ത് ഖറാമ. പിന്നെ തുടർന്ന് പറയാണ് ഒരു അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ദാസന്റെ സവിശേഷത, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. വല്ലദീന ഇദാ അൻഫഖൂ, അവർ ചെലവഴിച്ചാൽ, സ്വന്തത്തിന് വേണ്ടിയായാലും അള്ളാഹുവിന്റെ മാർഗത്തിലായാലും. അള്ളാഹിന്റെ മാർഗത്തിലാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ ഒരാള് അള്ളാഹിന്റെ മാർഗത്തിൽ തനിക്ക് അല്ലാഹ് തന്ന പൈസ ഉണ്ട്, അള്ളാഹിന്റെ പൈസ, അള്ളാഹിന്റെ ധനം ഒരു ദാസൻ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു പർവ്വതം കണക്കെ ചെലവാക്കിയാലും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുവില്ല. നേരെ മറിച്ച് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വിഷയത്തില് നിങ്ങൾ ചെലവഴിച്ചാൽ അതൊരു 2 കിലോ ഗോതമ്പിന്റെ വിലക്കുള്ള അത്ര പൈസ നിങ്ങൾ ദുരുപയോഗം ചെയ്താൽ അള്ളാഹു ഇഷ്ടപ്പെടൂല. അങ്ങനെ
അള്ളാഹിന്റെ മാർഗത്തിൽ നിങ്ങൾ പർവ്വത സമാനമായി ചെലവാക്കിയാലും അള്ളാഹ് കിട്ടാം. അള്ളാഹ്ക്ക് ഇത് ഇഷ്ടമില്ലാത്ത വിഷയങ്ങളിൽ ഒരു ചെറിയ പൈസ ചെലവാക്കിയാലും അള്ളാഹ് ഇഷ്ടമല്ല. നമ്മളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അള്ളാഹ് പറഞ്ഞു നോക്കിയാൽ ഈ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദാസന്മാരുടെ സവിശേഷത എന്താ? വല്ലദീന ഇദാ അൻഫഖു, അവർ ചെലവഴിച്ചാൽ ലം യുസ്രിഫു, ദുർവ്യയം ചെയ്യൂല, വലം യക്തുറു, പിടിച്ചു വെക്കൂല, പിശുക്കും കാണിക്കൂല, വകാന ബൈന ദാലിക ഖവാമ, ആ പിശുക്കിന്റെയും ദുർവ്യയത്തിന്റെയും ഇടയിലുള്ള ഒരു മിതത്വം സ്വീകരിക്കുന്നവരാണ് ആര്? അള്ളാന്റെ ദാസൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ഏതിലാണ് മിതത്വമുള്ളത്? അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ പിശുക്കുണ്ടാവും. നമ്മളെ മാർഗം ചെലവാക്കുകയാണെങ്കിലോ നമുക്ക് വേണ്ടിയിട്ട് പൈസക്ക് ഒരു വിലയില്ല. ഉണ്ടോ? പൈസ തള്ളുക, നോട്ടിന്റെ കെട്ടിന് തള്ളുക. എന്താ കാരണം അറിയോ? ഞാനൊരു നോട്ടുള്ളവനാണ് എന്ന് മറ്റവനെ അറിയിക്കണം. ഏത് ഷോപ്പുകാരനാണെങ്കിലും ആരെയാണെങ്കിലും പൈസന്റെ കെട്ടിട്ട് ഇങ്ങനെ എണ്ണീട്ട് ഒരു ഇട്ടുകൊടുക്കുക. എന്നിട്ട് അതിന് പോരായ്മ ഇപ്പൊ എല്ലാവരും എന്തായാലും അറിയാം. ഞാൻ ഒരു ഇത് പറയല്ല, ഒരു സൽക്കർമ്മം ചെയ്യണം ഇല്ലാണ്ടാക്കിയല്ല. ഇപ്പൊ ഒരു ഹോട്ടലിലൊക്കെ പോയി ചായ അടിച്ചാൽ നമ്മൾ ബില്ലടക്കണം. പക്ഷെ ദുർവ്യയം ചെയ്യണവന് ഒരു വലിയ പൈസ ടിപ്പ് കൊടുത്തേക്കും. എന്താ കാരണം? ഓം അന്നാബനെ പ്രത്യേകം ശ്രദ്ധിക്കാൻ. ഞാൻ ഓനക്ക് കൊടുക്കുന്നതിനെ പറ്റി കുറ്റപ്പെടുത്തല്ലോ, അത് നമ്മളെ ഉള്ളിലുള്ള അഹങ്കാര. എന്നിട്ട് നിങ്ങൾ അത് കൊടുത്തിട്ടോ നിങ്ങളെ ശ്രദ്ധിച്ചില്ലല്ലോ, നിങ്ങൾ കൊടുക്കൂല എന്ന് മാത്രമല്ല, ഓനെ ഏതെങ്കിലും നിനക്ക് വല്ല പരാതിയും പറഞ്ഞ് ഓന്റെ ഓണറോട് പരാതി പറഞ്ഞ് ഓനെ പിരിച്ചിടാനുള്ള വല്ല വഴിയുണ്ടോ അത് നോക്കും. കാരണം പിന്നെ വിനയമില്ല. ഇതൊക്കെ എപ്പോഴാ കാണുമെന്ന് വെച്ചാൽ എത്ര തലത്തുനിന്നാ കാണുക. നമ്മളെ ശ്രദ്ധിക്കുന്നില്ല. നമ്മളോനക്ക് നിങ്ങളൊരു 10 റുപ്യ 5 റുപ്യ ടിപ്പ് കൊടുത്തല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ 10 റുപ്യല്ല 100 റുപ്യ കൊടുക്കുക. കാരണം എന്താ? എന്നാലല്ലേ ഞാനൊരു അത്യാവശ്യം. അതുമല്ല, ഭാര്യയും മക്കളും കൂടെ ഉണ്ടായി. പ്രത്യേകിച്ച് ഓലെ മുമ്പിൽ മൂപ്പര് ഭയങ്കര ധാരാളിയാണെന്ന് വരുത്തണം. എന്നാലേ മൂപ്പരാരാവുള്ളൂ. ഇഖ്വാന ഷയാത്തിൻ, പിശാചിന്റെ കൂട്ടുകാരനാവുള്ളൂ. അള്ളാന്റെ കൂട്ടുകാരനാണ്. എന്ത് വേണം? ദുർവ്യയം ചെയ്യൂല, എന്നാ പിശുക്കും കാണിക്കൂല. ആവശ്യത്തിന് തിന്നാനും ഉടുക്കാനും ഒന്നും കൊടുക്കാണ്ടേ ഞാനൊരു മുത്തക്കിയാന്ന് പറഞ്ഞാൽ ആവൂല. ഭാര്യക്ക് ചെലവിന് കൊടുക്കണം, മകൾക്ക് ചെലവിന് കൊടുക്കണം, അവർക്ക് ആവശ്യമുള്ളതും ഇഷ്ടപ്പെട്ടതുമായ ഭക്ഷണമൊക്കെ കൊടുക്കണം. പക്ഷെ അത് ദുർവ്യയാവരുത്. അത് അവരെ മോശപ്പെടുന്ന രൂപത്തിലാക്കാൻ പാടില്ല. അവരുടെ സ്വഭാവം ദുഷിക്കുമെന്ന് തോന്നിയാൽ ആവശ്യമില്ലാത്തൊക്കെ വാങ്ങിക്കൊടുക്കുക. ഇപ്പൊ ചിലവരൊക്കെ മുമ്പൊക്കെ നമ്മൾ കളിച്ചിരുന്നത് ചിരട്ടയിൽ മണ്ണൊക്കെ ഇട്ട് പുട്ടുണ്ടാക്കിയിട്ട് കളിച്ചിരുന്നത്. ഇപ്പോഴോ ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ഭയങ്കര ബുള്ളറ്റുകളാണ്, അല്ലെ? പിന്നെ അത് മാത്രമല്ല, തോക്ക ആരെ വെടിവെക്കണം. ഇപ്പൊ ഗെയിം കളിക്കുന്നത് പോലും വെടിവെക്കുക, അല്ലെ? അപ്പൊ കുട്ടിയുടെ മനസ്സ് ശരിക്കും പറഞ്ഞാൽ വിനയല്ല ആവുന്നുണ്ട്, ഒരു മൃഗതുല്യനായി വളരുകയാണ്. നിങ്ങൾ വിചാരിക്കുക എന്താ അറിയോ? ഓനെ കൊണ്ടൊരു ശല്യമില്ല, ഒരു മൊബൈലൊരു കളിയും കൊടുത്ത് ഒരു ഗെയിമും തുറന്നു ചോട്ടാ പിന്നെ ഓനവിടെ കിടന്നോളും വൈകുന്നേരം വരെ, ഒരു ഉപദ്രവം ഉണ്ടാവില്ല. പക്ഷെ ഓൻ നശിക്കുകയാണ്. അത് ഓനും അറിയില്ല, ഓനക്ക് ഇത് ചെയ്തു കൊടുക്കണമല്ലോ അറിയില്ല. കുറെ കഴിഞ്ഞ് ഇവൻ ആരെങ്കിലും ഹാമർ എടുത്ത് കൊല്ലാൻ നടക്കുമ്പോഴാണ് അറിയാ ഈ ഗെയിം കളിച്ചതിന്റെ ഫലം. ഒരു ദാഷ്ട്യമില്ലാത്ത മനസ്സായി മാറിയിട്ടുണ്ടാവും. ഗെയിം അതാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഖുർആൻ എന്താ പറഞ്ഞ അറിയാമോട്? വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫു, ദുർവ്യയം ചെയ്യൂല, വലം യക്തുറു, പിശുക്കും കാണിക്കൂല, എന്നാലോ വകാന ബൈന ദാലിക ഖവാമ, രണ്ടിന്റെയും മിതത്വമുള്ള ഒരു നിലവാരം അവർ സ്വീകരിക്കും. അതാണ് അവരുടെ ചെലവാക്കുന്നതിന്റെ വിഷയത്തിലുള്ള ഇത്. എന്താ കാരണം? ഖുർആൻ എന്താ പറഞ്ഞറിയോ നമ്മളോട്? നിങ്ങൾ പണം ചെലവഴിക്കുന്ന വിരോധമല്ല, നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കാൻ ഒരു വിരോധമില്ല കേട്ടോ. അപ്പം അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹം കിട്ടിയ ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ദുർവ്യയം ചെയ്യാൻ കഴിയാണ്ടുള്ളൂ. അള്ളാഹ് പറഞ്ഞെന്താ അറിയോ? ഇന്നൽ മുബദിരീൻ കാനു ഇഖ്വാന ഷയാത്തീൻ, ദുർവ്യയം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർ. ഒരാവശ്യമില്ലാണ്ട് ചെരുപ്പ്, ഒരാവശ്യവുമില്ലാതെ പർദ്ദ, ഒരാവശ്യവുമില്ലാതെ പാന്റ് ഷർട്ട്, ഒരാവശ്യവുമില്ല. ഇഷ്ടം പോലെ വാച്ച് ഉണ്ട്, എന്നാലും ഒരു വാച്ച്. പെരുന്നാളല്ലേ? ഇഷ്ടം പോലെ പർദ്ദ ഉണ്ട്, പെരുന്നാളല്ലേ? ഒരു പർദ്ദയും കൂടി. ഏതായാലും കൊല്ലത്തിൽ 2 എടുക്കുള്ളൂ പണ്ട്. പിന്നെ കല്യാണത്തിന് പോകുമ്പോ പിന്നെയും അക്കല്യാണത്തിന് കൊടുത്ത പർദ്ദ പറ്റൂല. എല്ലാ പർദ്ദയും കറുപ്പാ. പക്ഷെ മറ്റേ കല്യാണത്തിന് എടുത്ത ചുരിദാർ പറ്റൂല. ഓല് കണ്ടുവയ്ക്കണ്, ആ കളർ ഓല് കണ്ടതാ. എന്താ നിങ്ങൾ പറഞ്ഞത്? ഇവിടെ ഒക്കെ വളരെ ശ്രദ്ധാപൂർവമായ ജീവിതമാണ്. തന്റെ ആഹാരത്തിലേക്കുള്ള യാത്രക്കോ ഒരു ശ്രദ്ധയില്ല, അങ്ങനെ പോകുന്നു മൃഗം പോലെ. അതാണ് പറഞ്ഞത്, ഞാൻ നിന്നെ പകലിൽ ശ്രദ്ധിച്ചു. നഹാറൂക ബത്താലുൻ വലൈലൂക നായിമൂ വഐശൂക യാ മിസ്കീൻ ഐസുൽ ബഹായിമീ. നഹാറൂക ബത്താലുൻ, പകലിൽ ശ്രദ്ധിച്ചപ്പോൾ നീ നല്ല തീറ്റക്കൊതിയനാ, നല്ല തിന്നല. ഇപ്പൊ നിങ്ങളിട്ടില്ലേ ഓരോരോ ചാനലിൽ വന്നിട്ട്
കള്ളുഷാപ്പിലെ കറി എന്താ ടേസ്റ്റ് അറിയുമോ? കള്ളുഷാപ്പിലെ കാളെത്തിക്കാനുള്ള പരിപാടിയാ, കറിക്കല്ല പരിപാടി. എന്നിട്ട് ഒരു മുടി ബേക്കോട്ട് നീട്ടിയ ചങ്ങായിണ്ട്, ഓനിങ്ങനെ തിന്നുമ്പോ സൂപ്പർ. അപ്പൊ കുട്ടികൾ ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി. ഈ ചാനലിൽ വരുത്തുന്ന അപകടങ്ങൾ, എന്നിട്ട് അപ്പൻ ആരെയും കൊല്ലുമ്പോഴോ അതിന്റെ പിന്നാലെ ഇവരുണ്ടാവും. കാരണം ഓൾക്ക് എന്ത് വേണം? ആളുകളുടെ വ്യൂസ് വർദ്ധിപ്പിക്കണം. അതാണ് ഓരോ ശ്രദ്ധ. അപ്പൊ അതിന് ഓന്റെ കൊന്ന കഥ, അത് ഓൻ കൊന്ന രീതി, ഓനെ പോലീസുകാർ കൊണ്ടുപോകുന്നത്, ഇതൊക്കെ ആക്കി വരാ. കള്ളുഷാപ്പിലേക്ക് ഓനെ കൊണ്ടായത് വരാ. അവിടെ കറി അങ്ങനെ കറി ഇങ്ങനെ എന്താ ടേസ്റ്റ്, സൂപ്പർ സൂപ്പർ എന്നൊക്കെ പറയാം. അതിനെ പറ്റിയൊരു മുടിയും അതിനെ പറ്റിയൊരു കണ്ണടിയും കോലും, ഇതൊക്കെ ഇപ്പൊ ശരിക്കും പറഞ്ഞാല് നല്ല ദീനിയായിട്ട് പള്ളിയിൽ കയറുന്ന കുട്ടികൾ പോലും ഓല മുടിയോലെ ഇവിടെ വേണില്ലേ, ഒട്ടകത്തിന്റെ പൂഞ്ഞോലെ ബാഗ് കെട്ടിച്ചു. ഇവിടെ ആരെങ്കിലും ഓല അല്ല കേട്ടോ, പേടിച്ചിട്ടല്ല. ഞാൻ പുറത്ത് കയറി എന്നെ തച്ചാള് വെച്ചിട്ട് പേടിച്ചിട്ട് പറഞ്ഞല്ല നിങ്ങളെല്ലാം. പക്ഷെ നിങ്ങൾ നന്നാവാൻ വേണ്ടി വന്നാണല്ലോ, അതുകൊണ്ട് നിങ്ങളെല്ലാം അറിഞ്ഞു. പക്ഷെ നിങ്ങളുടെ കൽബിലേക്ക് അള്ളാൻ ദീൻ കയറിയാലോ ഇതൊക്കെ അവിടെ പോകും. എന്താ കാരണം? അഹങ്കാരിയുള്ള അള്ളാഹ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ലോകത്ത് ജീവിച്ച ഏറ്റവും വലിയ അഹങ്കാരി ആരാ? ഫിറോന അല്ലെ? എന്താ കാരണം? ഇന്ന ഫിറോന അലാഫിൽ ഭൂമിയിൽ അഹങ്കരിച്ചു അല്ലെ? അപ്പൊ ആദ്യത്തെ അഹങ്കാരി ഫിറോന. പിന്നെ കാറൂണ്ട് അല്ലെ? അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? ദുർവ്യയം ചെയ്യരുത്, പിശുക്കും കാണിക്കരുത് അല്ലെ? പിശാചിന്റെ കൂട്ടുകാരാണ് അത് ദുർവ്യയം ചെയ്യുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വേറെ കാര്യങ്ങൾ അറിയേണ്ടത്, ലോകത്തെ 750 കോടി ജനങ്ങളില് 150 കോടി ജനങ്ങൾ ഉത്തരേന്ത്യയിലും ആഫ്രിക്കയിലും ഒക്കെ പട്ടിണി എടുക്കുക. എന്താ കാരണം? ധൂർത്തന്മാരാ. ഈ ധൂർത്തന്മാർ ധൂർത്ത് ചെയ്തില്ലല്ലോ, അവര് പട്ടിണി എടുക്കുന്നില്ല. അള്ളാഹു 750 കോടി ആളുകൾക്കും ജീവിക്കാനുള്ള ഉൽപാദനങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ധൂർത്തന്മാർ ഒരു സ്വന്തം ധൂർത്തടിച്ചു. അതുകൊണ്ട് ഈ 150 കോടി ജനങ്ങൾ പട്ടിണിയിലായി. നമ്മൾ ധൂർത്തടിക്കരുത്, അനുഗ്രഹീതമായി ചെലവഴിച്ചു പഠിക്കുക കേട്ടോ. ഇനി അള്ളാഹ് പറയാണ് വല്ലദീന ലാ യദഊന മഅല്ലാഹ് ഇലാഹൻ ആഖർ. ഇനി അടുത്തത് അള്ളാഹിന്റെ ദാസന്മാരുടെ അടുത്ത ഏറ്റവും ആദ്യമുള്ള സവിശേഷത എന്ന് എന്റെ അഭിപ്രായം. എന്താ? വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. അള്ളാഹിന്റെ കൂടെ മറ്റൊരു ഇലാഹിനോട് വിളിച്ചു പ്രാർത്ഥിക്കൂല, വേറെ ഇലാഹിനോട് പ്രാർത്ഥിക്കൂല. എന്ന് പറഞ്ഞാൽ ബദരീങ്ങളെ, മമ്പർത്തങ്ങളെ, കുണ്ടോട്ടങ്ങളെ, അജ്മീർ ലഹോജെ, നേർച്ചക്കാരെ അങ്ങനെ ഇതാർക്കൂല. അള്ളാഹു അല്ലാത്തോട് ആരോടും ഇബാദുർ റഹ്മാൻ. എന്താ കാരണം? അക്ബറുൽ കബായിറ, അല്ല പൊറുക്കാത്ത വൻ പാപങ്ങളിൽ വലിയൊരു പാപാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പറഞ്ഞത്. അല്ല പറഞ്ഞെന്താ അറിയോ? ഒമൻ യുശ്രിക് ബില്ലാഹ് ഫകഅന്നമാ ഖറ മിനസ് സമാ. അള്ളാഹിൽ പങ്കു ചേർക്കുന്ന ഒരാൾ ഏതുപോലെ എന്നാ പറഞ്ഞറിയോ? കഅന്നമാ ഖറ മിനസ് സമാ, ആകാശത്ത് വീണത് പോലെ. ആകാശത്ത് വീണ് ശിർക്ക് ചെയ്യുന്ന ആൾക്ക് ചെയ്യാൻ പറ്റാത്ത കുറ്റങ്ങളൊന്നുമില്ല. അവൻ ആകാശത്ത് വീണത് പോലെ, പിന്നെ അവനക്ക് കൊടുത്തില്ല. ആകാശത്ത് ഒരാൾ നിലത്ത് ഭൂമിയിലേക്ക് വീഴുകയാണെങ്കിൽ അവനക്ക് പിടുത്തുണ്ടാവും, എവിടെയും പിടുത്തമില്ലല്ലോ. അതുപോലെ അത് പറഞ്ഞാൽ ശിർക്ക് ചെയ്യുന്ന ആൾക്ക് പിന്നെ ഏത് തെറ്റിലേക്ക് പോവാം. ആ നിൽക്കാണ് അവന്റെ അവസ്ഥ. അതുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കൂല. എന്നിട്ടോ അല്ല പറഞ്ഞെന്താ? നിങ്ങൾക്ക് അള്ളാഹുവിനോട് മാത്രം ധാരണ പോരെ? അല്ല പോരെ? അലൈസല്ലാഹു ബി കാഫിൻ അബദ. അള്ളാന്റെ അടിമക്ക് അല്ല പോരെ കാര്യങ്ങൾ നിവർത്തിക്കാൻ? എന്തിന് നിങ്ങൾക്ക് ബദരീങ്ങളും മമ്പർത്തങ്ങളും കുണ്ടോട്ടങ്ങളും അജ്മീർ ഹോജി, നാഗൂർ ഹോജിയും ഒക്കെ ആരാണ് ഇവരൊക്കെ? അള്ളാന്റെ ദാസന്മാരല്ലേ? ഇവരോടൊക്കെ ദ്വാരക്കാൻ പാടുണ്ടോ? ഇവരോടൊക്കെ ദ്വാരനാ നിങ്ങൾ ഇബാദുർ റഹ്മാൻ ആവൂല, റബ്ബിന്റെ പ്രിയപ്പെട്ട ദാസന്മാരാവൂല. അതുകൊണ്ട് അള്ളാഹ് പറയുന്നത് വഇദാ സഅലക ഇബാദി അന്നി, എന്റെ ദാസന്മാർ മുഹമ്മദെ നിന്നോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ നീ പറയ് ഫൈനി കരീബ്, ഞാൻ അവരുടെ ഏറ്റവും അടുത്തുണ്ടെന്ന്. മനുഷ്യന്മാരുടെ അടുത്ത് അല്ല ഉണ്ടെന്ന് പറയാൻ കണ്ടോ? ഫൈനി കരീബ് ഉജീബു, ഞാൻ ഉത്തരം കൊടുക്കാം. ദഅവത്തദ്ദാ, വിളിച്ചു പ്രാർത്ഥിക്കുന്ന എന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം കൊടുക്കാം. ഇതാ ദാനി, എന്നോട് ദ്വാരുന്നാൽ, എന്നോട് മാത്രം ദ്വാരുന്നാൽ ഞാൻ ഉത്തരം കൊടുത്തോളാം. അപ്പൊ അതുകൊണ്ട് അള്ളാഹു അല്ലാത്തോട് ദ്വാരക്കാൻ പാടില്ല കേട്ടോ എന്നാണ്. ഇനി അള്ളാഹ് പറഞ്ഞോ, വലാ യഖ്തുലൂന നഫ്സ് അല്ലത്തി ഹറമല്ലാഹ് ഇല്ലാ ബിൽ ഹഖ്. വലാ യഖ്തുലൂൻ, അവർ കൊല്ലൂല, അവർ മനുഷ്യന്മാരെ കൊല്ലൂല. ആര്? ഇബാദുർ റഹ്മാൻ. ലാ യഖ്തുലൂന അല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അള്ളാഹു പവിത്രമാക്കിയ മനുഷ്യ മനസ്സിനെ കൊല്ലൂല. ഇല്ലാ ബിൽ ഹഖ്, അവകാശമില്ലാതെ, കാരണമില്ലാതെ. അപ്പം കാരണം എന്താ? അള്ളാഹു ഖുർആനിൽ തന്നെ പറയുന്നുണ്ട് കാരണങ്ങൾ. വമൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സ്, ഒരു നഫ്സിന് പകരമായിട്ട് നമ്മളിപ്പോ ഗവൺമെന്റ് ഒക്കെ കൊല്ലുന്നില്ലേ? തൂക്കാൻ വിരിക്കുന്നത് ഇസ്ലാമിക രാഷ്ട്രത്തിൽ അല്ലെ? അത് ഇസ്ലാമിക ഭരണകൂടാ. അല്ലാണ്ട് ഞമ്മക്ക് നിന്റെ ബാപ്പനെ കൊന്ന ആളെ കൊല്ലാൻ എനിക്ക് അധികാരമില്ല. അതാ ഇസ്ലാം. നേരെ മറിച്ച് മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക, ഭൂമി നാശത്തിലേക്ക് കൊണ്ടുപോവുക, മനുഷ്യന്മാരുടെ സ്വൈര്യ ജീവിതം നഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരാളെ കൊന്നതിന് പകരം ഒരാളെ കൊല്ലുക, അതല്ലാണ്ട് ചെയ്ത്
അങ്ങനെ ഒരാൾ ചെയ്താൽ ഖത്തറന്നാസ ജമീഅൻ, ആ ഒരു അനാവശ്യമായ ഒരു മനുഷ്യൻ ഒരാളെ കൊന്നാൽ, ഭൂമിയിൽ ഒരാളെ കൊന്നാൽ ഖത്തറന്നാസ ജമീഅൻ, ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യന്മാരെയും കൊന്ന ശിക്ഷ അവൻ കിട്ടാവും. എന്താ? മുഴുവൻ മനുഷ്യന്മാരെയും, ഭൂമിയിലുള്ള ഒരാളവൻ കൊന്നു കാരണമില്ലാതെ, എങ്കിൽ ദുനിയാവുള്ള മുഴുവൻ മനുഷ്യന്മാരെയും കൊന്ന ശിക്ഷ അവൻ കിട്ടാവും. എന്നാലോ ഒമൻ അഹിയാഹ അഹിയന്നാസ ജമീഅൻ, ഒരാളുടെ ജീവൻ രക്ഷിച്ചു, ഒരാളുടെ രക്ഷിച്ചാൽ ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും ജീവൻ രക്ഷിച്ച പ്രതിഫലം ഉണ്ടാവും. ശിക്ഷല്ല, പ്രതിഫലം ഉണ്ടാവും. ഏത്? ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെയും രക്ഷിച്ച പ്രതിഫലം ഒരാളെ ജീവൻ രക്ഷിച്ചാൽ. നേരെ മറിച്ച് അന്യായമായ ഒരാളെ കൊന്നാലോ ഓന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെയും കൊന്ന ഫലമാണ്. അങ്ങനെ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇവിടുത്തെ പല നിയമങ്ങളും ഇവനെ വിടുന്നുണ്ട് അല്ലെ. ഓനക്കറിയാം വക്കീലുണ്ട്, ഓനെ പിടിച്ചുണ്ടായപ്പോഴത്തെ ജയിലിൽ കൊണ്ടായ അവന്റെ സുഖ, നല്ല ഭക്ഷണം, നല്ല സുഖം അല്ലെ, ജോലി ചെയ്യാണ്ട് അങ്ങനെ ജീവിക്കുക. ഇപ്പൊ കൊല്ലുന്നവർക്കൊന്നും പേടിച്ചാറിയ കാരണ. നേരെ മറിച്ച് ആ തല വെട്ടുന്ന സ്ഥലത്താ ബണ്ടയിലോ ഇപ്പം ഇവിടെ കടന്നുകൊണ്ടിരിക്കുന്ന കഞ്ചാവും MDMA അങ്ങനത്തെ എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചാൽ അങ്ങനെ ഉണ്ടാകുക, തലാണ്ട് വെട്ടും. അപ്പൊ എന്താ പറയാ, അപ്പം മനുഷ്യ സംസ്കാരത്തിന് യോജിച്ചതല്ല, ഇസ്ലാമിന്റെ നിയമം കാടനാണ്. ഇപ്പൊ എല്ലാരും കൂടി ഇറങ്ങിയിരിക്കുക ലഹരിക്കെതിരെ. കാരണം പുരയിൽ നിൽക്കാൻ വയ്യ, ഉമ്മക്ക് പുരയിൽ നിൽക്കാൻ വയ്യ, ബാപ്പക്ക് കെടുക്കാൻ വയ്യ. ഏത് ബാപ്പന്റെ നേരെ ഹാമർ വരികയെന്നറിയില്ല, ആരെ നേരെ വരും കട്ടാരക്കത്തി വാളുമായി നടക്കുന്ന ചെറുപ്പക്കാർ. എന്താ നിങ്ങൾ പറഞ്ഞത്? ഇപ്പൊ നമ്മൾ തുടങ്ങിയത് എവിടുന്ന? വിനയത്തോടു കൂടി ജീവിക്കുന്നു അല്ലെ. ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന. ഇങ്ങനെ ഖുർആൻ പഠിച്ചൊരു വ്യക്തിയാണെങ്കിൽ ഇവന്റെ കയ്യിൽ വാളെടുക്കാൻ കഴിയും? ഇല്ല, കഴിയൂല. ആ വാളവന്റെ കൈ വെക്കൂല, നിൽക്കൂല. നേരെ മറിച്ച് ഇവിടെ ഇപ്പം എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇവിടെ മുഴുവനും മനുഷ്യന്മാരെ കൊന്നു തീർക്കാൻ അല്ലെ. അതാണ് വലാ യഖ്തുലൂൻ. അല്ലാഹു പറയാണ് വലാ യഖ്തുലൂന നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അള്ളാഹുവിന്റെ ദാസന്മാരായ ആളുകളെ അവകാശമില്ലാതെ കൊല്ലൂല കേട്ടോ. അള്ളാഹു അല്ലാത്തോട് വിളിച്ചു പ്രാർത്ഥിക്കൂല. അതൊക്കെ അല്ലാഹ് പറഞ്ഞു. അല്ലാഹ് ഖുർആനിൽ വേറെടുത്ത് പറയുന്നത് അറിയോ? വലാ തദൂ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക. ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ഒന്നിനോടും ദ്വാരക്കൂല. ആര്? അള്ളാന്റെ ദാസന്മാർ. ഫൈൻ ഫഅൽത മുഹമ്മദ്, നിന്റെ ജീവിതത്തിൽ അള്ളാഹു അല്ലാത്തവരോട് നീ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഫൈന്നക ഇദ മിനൽ ളാലിമീൻ, നീ അക്രമികളിൽ പെടും. സൂറത്ത് യൂനുസിൽ അല്ലാഹ് പറയാ. എന്താ കാരണം? അള്ളാഹു നിനക്ക് ഒരു ആപത്ത് വരുത്താൻ ഉദ്ദേശിച്ചാൽ ഫലാ കാശിഫ ലഹു ഇല്ലല്ലാഹ്, അത് അള്ളാഹുവിനല്ലാണ്ട് തടുക്കാൻ കഴിയില്ല. ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ അത് അള്ളാഹ്ക്കല്ലാണ്ട് നിവർത്തിക്കാൻ കഴിയില്ല. അത് നിങ്ങൾ ആദ്യം പഠിക്കണം, വേറെ ആൾക്ക് കഴിയൂല. ഫലാ കാശിഫ ലഹു ഇല്ലല്ലാഹ് ലൈൻ അശ്റക്ത. മുഹമ്മദ് നബിയോട് പറയാ, മുഹമ്മദേ നിന്റെ ജീവിതത്തിൽ നീ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയോ നേർച്ച പരിപാടികൾ നടത്തുകയോ സത്യം ചെയ്യുകയോ ഉറുക്കു നൂല് പിഞ്ഞാണയത്ത് നടത്തുകയോ ഒക്കെ ചെയ്താൽ ലൈൻ അശ്റക്ത ലഹബത്തൻ അമലുക, നിന്റെ ബാക്കി സൽക്കർമ്മങ്ങളും പൊളിഞ്ഞു പോകും. പോലെ തെക്കൂന്ന മിനൽ ഖാസിരീൻ, നട്ടകാരികളിൽ പെടും ചെയ്യും. അപ്പം അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദാസന്മാരുടെ സ്വഭാവ ഗുണങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൂറത്ത് ഫുർഖാനിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രിയപ്പെട്ട ദാസന്മാരായി മരണം വരെ ജീവിക്കാൻ, വെറും റമളാന്റെ മാസത്തിലല്ല, മരണം വരെ അള്ളാഹുവിന്റെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് വിശ്വസ്തരിൽ വിശ്വസ്തരായിക്കൊണ്ട് സത്യസന്ധരിൽ സത്യസന്ധരായിക്കൊണ്ട് നല്ല മുഅ്മിനായിക്കൊണ്ട് ജീവിച്ചു മരിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദാസന്മാർ ആരൊക്കെയാണ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു പറയുന്നു വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. അള്ളാഹുവിന്റെ കൂടെ, അള്ളാന്റെ കൂടെ, അതാ പറഞ്ഞത് മാ അല്ലാഹ്, അള്ളാഹിനെ ഒഴിവാക്കിയിട്ടല്ല, അള്ളാന്റെ കൂടെ. അങ്ങനെയാണല്ലോ. അള്ളാഹുവെ നിന്റെ ബർക്കത്ത് കൊണ്ട്, ഇന്ന മൊയ്തീൻ ഷേഖിന്റെയും ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് കഴിച്ചിലാക്കണേ. അതാണ് ആ പ്രാർത്ഥന. പാടില്ല. വലാ യഖ്തുലൂന നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അന്യായമായി ഒരാളെയും കൊല്ലാൻ പാടില്ല. ഉണ്ടാവും. ഒരാളെ കൊന്നാൽ ഭൂമിയിലുള്ള എല്ലാവരെയും കൊന്ന ശിക്ഷ പരലോകത്തുണ്ടാവും. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് കേസിലൊക്കെ വിടുമ്പോഴേ പലരും പറയാറുണ്ട്, പടച്ചോനെ എത്ര ആളെ കൊന്ന ആളാണ്, എന്ത് ജഡ്ജിയാണ്, ആ ജഡ്ജിനെ അല്ല തൂക്കും, നിങ്ങൾ വരാറാണ്ട കേട്ടോ. അതിന് ബാധിച്ച വക്കീലില്ലേ, ഓനെ ഒന്നും അല്ല വിടൂല. എന്റെ കക്ഷിക്കാരന് വരുന്നില്ലേ ഓലൊക്കെ. നേരെ മറിച്ച് ഹക്കിന് വേണ്ടി വാദിച്ച വക്കീലാണെങ്കിൽ ഓനക്ക് സ്വർഗം ഉണ്ടാവും, സംശയമില്ല. വക്കീൽ പണി ഏറ്റവും നല്ല പണിയാണ്. പക്ഷെ എന്റെ കക്ഷി തന്നെ പൈസ ഉണ്ടാക്കിയാലോ അത് വിവരം അറിയും. ഇവിടുന്ന് പൈസ ഉണ്ടാവുമ്പോ അറിയില്ല. വക്കീലന്മാർ ഇവിടെ ഉണ്ടാവുമല്ലോ, എന്തായാലും ഈ പള്ളിയിൽ എന്തായാലും ഒന്നോണ്ടെണ്ണം ഉണ്ടാവുമല്ലോ. എന്റെ കക്ഷിയല്ല, സത്യത്തിന്റെ മാർഗത്തിൽ നിൽക്കുന്ന. അങ്ങനെയാണെങ്കിൽ അപ്പൊ എന്താ പറയാ വക്കീലന്മാർ, അങ്ങനെ നിന്നാ മൂലി ഞാൻ പള്ളിക്കൽ ഇമാമിക്കേണ്ടി വരും, കോടതി പോകാൻ കഴിയില്ല.
കോടതിയിൽ പോകണമെങ്കിൽ ഇന്റെ കക്ഷി അറിഞ്ഞു പോകണം. ഇന്റെ കക്ഷി കൊന്നിട്ടില്ല എന്ന് വാദിക്കണം. വാദിച്ചോ വിരോധമില്ല. വാദിക്കാൻ പറ്റാത്ത സ്ഥലമുണ്ട് അല്ലേ? അൽയൗമൻ അഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം. നമ്മോട് സംസാരിക്കുന്ന എന്റെ കരങ്ങളാ, എന്റെ വായ സംസാരിക്കാത്ത ദിവസമുണ്ട്. മറക്കണ്ട, വായക്ക് ശീലം വെക്കുമല്ല. എന്റെ കക്ഷി എന്ന് പറയാൻ പറ്റാത്ത ദിവസമുണ്ട്. അതാ അല്ലാഹ് പറഞ്ഞു, നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം. നമ്മോട് അവരുടെ കരങ്ങൾ സംസാരിക്കും. കേട്ടു നോക്കുങ്ങള്, മനുഷ്യന്മാരെ കരങ്ങൾ സംസാരിക്കും. മുമ്പൊക്കെ ഇരുമ്പ് സംസാരിക്കുന്നു ഖുർആൻ പറഞ്ഞപ്പോഴേ, ഇരുമ്പ് സംസാരിക്കും എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു ബടായി വിടുകയാണെന്ന്. ഇപ്പോഴോ ഇപ്പൊ നിങ്ങളെ കയ്യിലുള്ള മൊബൈൽ മുഴുവൻ സംസാരിക്കുന്നുണ്ടാ? ഇരുമ്പ് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ അറിയോ? അക്കാലത്ത് മനസ്സിലാകാത്ത കാര്യങ്ങൾ ഇക്കാലത്ത് എന്താ എന്ന് ആളുകൾക്ക് കൂടുതൽ അള്ളാഹിനോട് എടുക്കാൻ കഴിയുക അല്ലെ? മുൻകാലങ്ങളിൽ പഠിച്ച ആളുകളെക്കാൾ കൂടുതൽ ശാസ്ത്ര പുരോഗതിയും പരീക്ഷണ നിരീക്ഷണങ്ങളുടെ വസ്തുതകളുടെ അറിവുകളും ഒക്കെ കൂടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ സ്വാഭാവികമായി അള്ളാഹിനോട് അടുപ്പം കൂടുകയ്യ. പക്ഷെ വിപരീസ് വടലോട്ടോളം കാലം കഴിയൂല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൊലപാതകം നടത്തുന്നവർ ശ്രദ്ധിക്കുക. ഇനിയോ അടുത്ത കാര്യം, വലാ യസ്നൂൻ. അള്ളാഹിന്റെ പ്രിയപ്പെട്ട ദാസന്മാർ വ്യഭിചരിക്കൂല. ഒരു താൽക്കാലിക സുഖത്തിന് വേണ്ടി പരലോകം നശിപ്പിക്കൂല. റസൂൽ എന്താ പറഞ്ഞറിയോ? വ്യഭിചരിക്കുന്ന മനുഷ്യൻ വ്യഭിചരിക്കുമ്പോൾ മുഅ്മിനല്ല, കക്കുന്ന മനുഷ്യൻ കക്കുമ്പോൾ മുഅ്മിനല്ല. അങ്ങനെ അപ്പൊ കക്കുമ്പോ ഹീന യസ്നി ലാ യുഅ്മിൻ, വിശ്വാസിയാവില്ല. അതുകൊണ്ട് വലാ യസ്നൂൻ. പിന്നെ ഇതൊക്കെ പണ്ടല്ല പറയാ, ഒമൻ യഫ്അൽ ദാലിക. ആരെങ്കിലും ഇതൊക്കെ ചെയ്താൽ യൽക അസാമ, നല്ല അതിശക്തമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. ഒരു ശിക്ഷ അല്ല, യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഓരോ ശിക്ഷയും അള്ളാഹു ഇരട്ടിപ്പിച്ചു കൊടുക്കും കേട്ടോ. വയഖ്ലുദു ഫീഹി മുഹാന. നിന്ദനായിക്കൊണ്ട് അള്ളാഹു നരകത്തിൽ പ്രവേശിക്കും. കുല്ലമാ നെളിജത്ത് ജുലൂദഹും ബദ്ദൽനാഹും ജുലൂദന ഖൈറ. ഒരു തൊലി നരകത്തിലിട്ട് കത്തിക്കരിയുമ്പോൾ മറ്റൊരു തൊലി അള്ളാഹു പ്രദാനിച്ചു. അങ്ങനെ ശിക്ഷിക്കും. അള്ളാന്റെ ശിക്ഷ അങ്ങനെ. അല്ലാണ്ട് ജയിൽവാസം ടൈം കഴിഞ്ഞു, 20 കൊല്ലമായി, ഓനഞ്ഞ് പുറത്തേക്ക് വിടാം, അങ്ങനെ വിടൂല. നരകത്തിൽ കയറിയുണ്ടല്ലോ, പിന്നെ നരകത്തിൽ നിന്ന് കഴിച്ചില്ലാവില്ല. അതാണ് നരകം. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? പടച്ചോനെ റബ്ബന യുസ്രിഫു അന്നാ. മരണങ്ങള് ഒന്നുകൂടി പ്രാർത്ഥിച്ചു നോക്കി, റബ്ബന യുസ്രിഫു അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ. സൂറത്തുൽ ഫുർഖാൻ ഒന്ന് വായിച്ചു നോക്കേണ്ടി കേട്ടോ. പടച്ചോനെ അത് വല്ലാത്ത ഭീകരമാണ്, അതിൽ നിന്ന് ആ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങൾ തട്ടിയകറ്റണേ, പ്രാർത്ഥിക്കണേ. 5 റബ്ബന ഇസ്രിഫു അന്നാ അദാബ ജഹന്നം എന്ന് പറയുക. അത് മതി, റബ്ബന ഇസ്രിഫു അന്നാ അദാബ ജഹന്നം കേട്ടോ. അല്ലാഹുമ്മ ഇന്നി അഊദുക മിനൻ നാർ നമ്മൾ പറയില്ലേ, അതന്നെ. അപ്പം അല്ലാഹ് പറയാ, യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ വയഖ്ലുദു ഫീഹി മുഹാന. ശാശ്വതമായ നരകം. ഇനി ഇതൊക്കെ വന്നു, ഇപ്പൊ പറഞ്ഞ എല്ലാം വിനയത്തോട് ജീവിച്ചില്ല, അഹങ്കാരിയായി. യംശൂന അലൽ അർളി ഹൗന, അവിടെ നമ്മൾ തുടങ്ങി. പിന്നെ ആളുകളോട് സംസാരിച്ചപ്പോൾ, അവിവേകികളായ ആളുകളോട് സംസാരിച്ചപ്പോൾ അതേപോലെ അവിവേകം. അങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മളോട് ഒരാൾ പോടാന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? നിങ്ങളൊന്ന് പറയും. നിങ്ങളിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ നിങ്ങൾ വണ്ടി പോകാൻ, മുന്നിലുള്ള വണ്ടിക്കാരന് ബാക്കിലുള്ള വണ്ടിക്കാരൻ നിങ്ങളോട് പോടാന്ന് പറഞ്ഞോണ്ട് പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓൻ ഓവർടേക്ക് ചെയ്ത് പോയിട്ട് എന്ത് ചെയ്യും? ഓന് ക്രോസ് ചെയ്തിട്ട് പിടിച്ചിട്ട് ഓനങ്ങോട്ട് വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് 2 എണ്ണാണ്ട് കൊടുക്കും അല്ലെ? എന്നിട്ട് നിങ്ങൾ ഈ ഹുതുബയും കേൾക്കും. എന്ത്? വൈദാ ഖാതബഹുമുൽ ജാഹിലൂൻ. അവിവേകികളും വിഡ്ഢികളുമായ ആളുകളുമായി സഹവസിക്കേണ്ടി വന്നാൽ കാലു സലാമ, സലാണ്ട് എന്ന് പറഞ്ഞ് പിരിയണം. കഴിയോ? അപ്പോഴാണ് ഈ ആയത്തിന്റെ വില വരിക. ആരും നിങ്ങളോട് എല്ലാവരും ഇങ്ങനെ അസ്ലാം ഈദ് മുബാറക്ക് ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോഴോ അപ്പൊ ആർക്കും എല്ലാവർക്കും ഭയങ്കര കാലു സലാമാണ് അല്ലേ? നമ്മളെ നേരെ ഒരാളും മോശമായി പെരുമാറുമ്പോഴാണ്, അവിടെയാണ് സലാം പറയാൻ കഴിയുമോ നോക്കേണ്ടത്. അവിടെയാണ് ഇബാദുർ റഹ്മാൻ. ആ പരിശുദ്ധിയാണ് നമ്മൾ നേടേണ്ടത്. അത് നേടിയൊന്നും ശ്രദ്ധിക്കുക. ഇനിയോ ഇതൊക്കെ വന്നു, ഞാൻ ഈ പറഞ്ഞ വ്യഭിചാരം വന്നു, കൊല നടന്നു, അങ്ങനെ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു അല്ലാത്തോട് വിളിച്ചു പ്രാർത്ഥിച്ചു. വലിയ ശിർക്ക്, അക്ബറുൽ കബായർ ഒക്കെ വന്നു. എന്നിട്ടുള്ള പറയാം, ഇല്ലാമൻ താബ. തൗബ ചെയ്തവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കും. തൗബ നിങ്ങൾ ചെയ്താൽ പോരാ, തൗബ അല്ലാഹ് സ്വീകരിക്കണം. ആ ശിക്ഷ അള്ളാഹു ഒഴിവാക്കും. ഇരട്ടി ശിക്ഷകൾ ഇതൊക്കെ ചെയ്തു, പക്ഷെ നിങ്ങൾ ഇല്ലാമൻ താബ, തൗബ ചെയ്തവരൊഴികെ. അവര് പറയാ ആമന, എന്നിട്ട് വീണ്ടും അള്ളാഹിലുള്ള ഈമാൻ ശരിയാക്കിയ. തൗബ ചെയ്താൽ പോരാ, ഈമാൻ ശരിയാക്കണം. ഈമാൻ പോയതുകൊണ്ടാണല്ലോ അതൊക്കെ ചെയ്ത്. അപ്പൊ ഈമാൻ ശരിയാക്കണം. അമില സാലിഹൻ, എന്നിട്ട് അള്ളാഹു റസൂൽ പഠിപ്പിച്ച സൽക്കർമ്മത്തിൽ ജീവിക്കുകയും വേണം. എന്നാൽ അള്ളാഹ് പറയാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അവന്റെ തിന്മകളെല്ലാം അള്ളാഹു നന്മയാക്കിയിട്ട് മാറ്റും. നമ്മൾ ചെയ്ത തെറ്റെല്ലാം നല്ലതാക്കുക. അങ്ങനെ ചെയ്താൽ എങ്ങനെ? നമ്മൾ വീണ്ടും ഈമാൻ ശരിയാക്കി
സാലിയാത്ത് കർമ്മങ്ങൾ ചെയ്തു, തൗബ ചെയ്തു, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി, കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടി. നമുക്കറിയാം സഹാബത്തൊക്കെ അങ്ങനെ അല്ലേ. നമുക്കറിയാം മഹാനായ ഉമർ അള്ളാഹുവിനൊക്കെ 20 ദിവസം പനിച്ചു വരുന്നുണ്ട് അല്ലേ. ഇത് ഒരൊറ്റ ആയത്തോതിയിട്ട് ഇതാ വക്കയത്തിൽ വാക്യ ലൈസലഹു ദാഫിയ എന്ന് പറഞ്ഞൊരായത്തുണ്ട് ഖുർആനിൽ. എന്താ പറഞ്ഞത്? ഇതാ വക്കയത്തിൽ വാക്യ, സംഭവിക്കാനുള്ള സംഭവം സംഭവിക്കും, ലൈസലഹു ദാഫിയ, അതിനൊരു തടസ്സപ്പെടുത്താൻ ആരെക്കൊണ്ടും കഴിയില്ല എന്നൊരായത്തുണ്ട്. ആ ആയത്തോതിയിട്ട് ധീരനായ ഖലീഫ ഉമർലാനു 20 ദിവസം പനിച്ചു കിടന്നു, ബോധം കെട്ടുപോയി. നമ്മൾ എത്ര ആയത്തിട്ടാലും ഒരു ബോധക്കേടുണ്ടാവില്ല. കാരണം നമുക്ക് എന്താ അതിന്റെ ആഴം അറിയില്ല. നമ്മൾ നരകത്തെ കുറിച്ച് കണ്ണ് കാണില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഖാന ബുക്കാൻ, എപ്പോഴും കരയും. ഉസ്മാൻ റളിയല്ലാഹു ഖബറിലെത്തിയ അപ്പ കരയും. സഹാബത്തൊക്കെ അങ്ങനെ. നമ്മൾ ഖബറിന്റെ അടുത്ത് ഫുട്ബോൾ കളിക്കും, അതിന്റെ മുകളിൽ കൂടെ പന്തെടുത്ത് ചാടും. നമ്മളതാണ്. അത് നമ്മൾ ഖബറും മയ്യത്തും നമ്മളെ സംബന്ധിച്ചോളം ബാധിക്കുന്നില്ല. നമ്മളെ പുരകളിൽ തന്നെ മരിച്ചാൽ 2 ദിവസം ഉണ്ടാവും. 3-ാമത്തെ ദിവസം മരിച്ചോല് പോയി. ഇനിയിപ്പോ നമ്മളിവിടെ കളിക്കാനുള്ളത് കളിക്കുക, വീണ്ടും വീണ്ടും കളി തുടങ്ങി. അതിനൊന്നും പാടക്കൊള്ളില്ല ഉണ്ടാവും. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ പോലെ അലം തഅ്തബിർ ബില്ലാഹി നീനൈലൽ ബലാ വതർകിഹി മിദ്ദുനിയാ ജമീഅൻ കമാ ഹിയ. ദുനിയാവ് മുഴുവൻ സമ്പാദിച്ചുണ്ടാക്കിയിട്ട് ഒന്നുമില്ലാതെ 3 കണ്ണം തുണിയിൽ ഈ ആംബുലൻസിൽ ഇങ്ങനെ പോകുന്നത് എത്രയോ ആളുകളെ നീ കണ്ടില്ലേ? അലം തഅ്തബിർ, ഒരു പാഠവും ഉൾക്കൊണ്ടില്ലേ? എന്നിട്ട് പിന്നെ നമ്മളെ ആഗ്രഹം നമ്മളെ കുട്ടിക്ക് പൈസ ഉണ്ടാക്കണം, നമ്മളെ കുട്ടിക്ക് പൈസ ഉണ്ടാക്കണം, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം. പൈസ ഉള്ള കുട്ടീനെ അമ്മക്ക് ബാപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൈസ ഇല്ലാത്തവനോട് നോക്ക് തന്നെ വേറെ രൂപ. ഓന് ഇവിടുത്തെ മുടിയനായ പുത്രൻ ഓനാന്ന്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ മുടിയനായ പുത്രന്മാർ ഈ മുടി വളർത്തിയേക്കുള്ള അത് പൊരയിൽ ഇൻകം ഇല്ലാത്ത കുട്ടികളാണ് നമ്മള്. ഓനൊരു മുടിയനാണ്. ഓൻ യഥാർത്ഥത്തിൽ കള്ളും കഞ്ചാവും MDMA ഒന്നും ഉപയോഗിക്കില്ലല്ലോ. നിങ്ങൾ ഓനെ കാണാനറിയോ? ഓൻ ഇബാദുർ റഹ്മാൻ, നല്ല മനുഷ്യൻ കുട്ടിയാണ്. നേരെ പക്ഷെ നമുക്ക് തോന്നൂല, എന്താ പൈസ ഇല്ല. പൈസ ഉണ്ടായാലോ ഓൻ എന്തായാലും എന്താ, കള്ളുടിച്ചാലെന്താ, കഞ്ചാവ് വലിച്ചാലെന്താ, MDMA ഉണ്ടാക്കിയാലെന്താ, ഓൻ കുടുംബം പോറ്റില്ലേ, ഓൻ ഉമ്മനും ബാപ്പനും നോക്കില്ലേ? അതല്ല വേണ്ടത്. ഉമ്മനും ബാപ്പനും നോക്കല് അത് വേറെ വിഷയമാണ്. അത് വിഷയത്തിൽപ്പെട്ടല്ല, അതിവിടെ പറഞ്ഞിട്ടുമില്ല. ഏതായിരുന്നാലും റമദാനിന് ശേഷവും മരണം വരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കാനും അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങൾ പാലിക്കാനും അതുവഴി ഈമാനോടുകൂടി റബ്ബിന്റെ കോടതിയിലേക്ക് സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിഞ്ഞുകൊണ്ട് ഭൂമിയിൽ നിന്ന് വിട പറയാനും അള്ളാഹു എനിക്കും നിങ്ങൾക്കും അനുഗ്രഹവും തൗഫീഖും നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബിന്റെ ദാസന്മാരായി അള്ളാഹു സൂറത്തുൽ ഫുർഖാനിൽ വിശദീകരിച്ച ആ വിശദീകരണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം അർഹമുർ-റഹീമീനായ റബ്ബ് മാപ്പാക്കി നമ്മളുടെ തെറ്റുകളെല്ലാം നന്മകളാക്കി പരിവർത്തിപ്പിക്കുന്ന വിശ്വാസികളിലും മുത്തഖീങ്ങളിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കയ്യിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അർഹമുർ-റഹീമീനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പായി തരുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ നമ്മുടെ ബഹുമാന്യരായ മാതാപിതാക്കൾക്കും നമ്മുടെ സഹോദരി സഹോദരന്മാർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി നമ്മെയും അവരെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.